പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുപ്രധാനമായൊരു സംഭവം കേരളത്തിൽ നടക്കുകയുണ്ടായി. നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന സ്മാർട്ട് സിറ്റി പദ്ധതി എന്നേക്കുമായി അവസാനിച്ചു. നമുക്കറിയാം, 2011 മുതൽ ഉള്ള കാത്തിരിപ്പാണ്. 2007 ടീകോം എന്ന് പറഞ്ഞ ദുബായിലൊരു കമ്പനിയുമായി സംസ്ഥാന സർക്കാർ ഒരു കരാർ ഒപ്പുവെച്ചു. 2011 മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചെറിയ തോതിൽ ഉദ്ഘാടനം 2016 നടന്നു. 2016 മുതൽ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാകുന്നത് കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ആ പദ്ധതി പ്രകാരം ആദ്യത്തെ അതിൽ ആ കമ്പനിയിൽ 84% ഷെയർ ടീകോമിനും ബാക്കി സംസ്ഥാന സർക്കാരിനുമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. 10 വർഷങ്ങൾ കൊണ്ട് കൊച്ചിയിൽ കാക്കനാട് 246 ഏക്കർ സ്ഥലത്ത് 90,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും 88 ലക്ഷം ചതുരശ്ര അടി IT കമ്പനികൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ബിൽറ്റപ്പ് സ്പേസ് ഉണ്ടാക്കും എന്നുമായിരുന്നു ടീകോം പറഞ്ഞിരുന്നത്. അതായിരുന്നു തമ്മിലുള്ള ധാരണ. സ്വാഭാവികമായും 2011 അല്ലെങ്കിൽ 2011 മുതൽ കാത്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ 11 എന്ന് പറയുമ്പോൾ 21 21 ആയില്ലെങ്കിലും 24 ആവേണ്ടതായിരുന്നു ഇത്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കുന്നത് ടീകോം എന്ന് പറയുന്ന കമ്പനി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറി എന്നും, പിന്മാറിയ ടീകോം എന്ന് പറഞ്ഞ കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. കാരണം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ കരാറിൻ്റെ 7.2.2 എന്ന് പറയുന്ന ആ പാരഗ്രാഫിൽ സർക്കാർ ഇതിൽ നിന്ന് പിന്മാറിയാൽ എന്താണ് ചെയ്യേണ്ടത്, ടീകോം ഇതിൽ നിന്ന് പിന്മാറിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ആ ക്ലോയിൽ 7.2.2 എന്ന് പറഞ്ഞ ക്ലോയിൽ എഴുതി വെച്ചു. അത് പ്രകാരം ടീകോം പിന്മാറുമ്പോൾ ഒരു കാരണവശാലും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് കരാറിൽ ഉണ്ടായിരുന്നതേ അല്ല. എന്നാൽ ഒരു വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യാതെ, ഒരു തൊഴിലവസരം പോലും ഉണ്ടാക്കാതെ ടീകോം പിന്മാറിയപ്പോൾ ആ പിന്മാറുന്ന ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദഗതിയാണ് നമ്മൾ പൊതുമണ്ഡലത്തിൽ കേട്ടത്. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ടീകോമിൻ്റെ പിന്മാറ്റവും അവർ നടത്തിയ ചതിപ്രയോഗവും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്നതും ഒന്നുമല്ല. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പതിറ്റാണ്ടുകളായി വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രവാസി മലയാളി വ്യവസായിയുണ്ട്. ആ പ്രവാസി മലയാളി വ്യവസായിക്ക് ഈ പിന്മാറ്റത്തിൽ ഉള്ള പങ്ക്, ഈ പിന്മാറ്റം കൊണ്ട് അയാൾ എന്താണ് നേടിയത്, അയാൾ കേരളത്തിലെ ജനങ്ങളെ ആകെ ചതിക്കുകയാണോ ഇതിലൂടെ ചെയ്തത് എന്നുള്ള വിഷയം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, ആ പ്രവാസി മലയാളി വ്യവസായിയുടെ പേര് MA യൂസുഫ് അലി എന്നാണ്. ലുലു ഗ്രൂപ്പ് കമ്പനികളുടെ ഉടമയാണ് യൂസുഫ് അലി. യൂസുഫ് അലിയുടെ ഈ ഇപ്പോഴത്തെ വിറ്റുവരവായി നമ്മൾ കേൾക്കുന്നത് ഏതാണ്ട് 86,000 കോടി രൂപയാണ്. 86,000 കോടി രൂപ. അപ്പോൾ ലോകത്തെമ്പാടും പ്രവർത്തനമുള്ള ഒരു വലിയ പ്രവാസി മലയാളി വ്യവസായിയാണ് യൂസുഫ് അലി. ആ യൂസുഫ് അലിക്ക് ഈ വിഷയത്തിലുള്ള പങ്ക് എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇനി ഒന്ന് വിശദീകരിക്കാൻ. നമുക്ക് ഓർമ്മയുണ്ടാവും, ഈ സ്മാർട്ട് സിറ്റി പദ്ധതി രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നടത്തിപ്പുകാരനായി നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഒരാളാണ് MA യൂസുഫ് അലി. സ്മാർട്ട് സിറ്റി കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ പോലും ആയിരുന്നു ഈ യൂസുഫ് അലി. യൂസുഫ് അലിയാണ് യഥാർത്ഥത്തിൽ ടീകോമിനെ ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇടതായാലും വലതായാലും യൂസുഫ് അലിക്ക് ക്യാബിനറ്റ് പദവി ഉള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ യൂസുഫ് അലിയാണ് ടീകോമിനെ കൊണ്ടുവന്നത്. ടീകോമുമായി ഇടക്കാലത്ത് സർക്കാരിനെന്തോ തർക്കമുണ്ടായപ്പോൾ സർക്കാർ മീഡിയേറ്ററായി നിയമിച്ചത് പോലും യൂസുഫ് അലിയായി. ആ യൂസുഫ് അലിക്ക് ഈ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് വല്ല നേട്ടവും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ള ചോദ്യം, ഈ പിന്മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂസുഫ് അലിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ മൊത്തം നടത്തിപ്പുകാരൻ, ഈ സ്മാർട്ട് സിറ്റിയുടെ നടത്തിപ്പുകാരൻ യൂസുഫ് അലി ആയിരുന്നു. യൂസുഫ് അലിയുടെ നേട്ടമായിട്ട് പോലും ഒരു ഘട്ടത്തിൽ ഇത് വിലയിരുത്തപ്പെടുകയും നമ്മളെല്ലാവരും അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുകയും ചെയ്തു. 2016 സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ആ വേദിയിൽ നിറഞ്ഞു നിന്ന ആൾ യൂസുഫ് അലി ആയിരുന്നു. ആ യൂസുഫ് അലി ഇതുവരെ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താ, ടീകോം എന്ന് പറഞ്ഞ 1,500 കോടി രൂപ ഇവിടെ മുടക്കാമെന്ന് പറഞ്ഞവർ പിന്മാറി ഏകപക്ഷീയമായി അവർ പോകുമ്പോൾ, അവർ പിന്മാറിയ സ്മാർട്ട് സിറ്റി പ്രദേശത്ത് തന്നെ ഈ യൂസുഫ് അലി എന്ന് പറഞ്ഞ പ്രവാസി മലയാളി വ്യവസായി അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ 1,500 കോടി രൂപ മുതൽ മുടക്കിലുള്ള ഒരു സ്ഥാപനം അവിടെ തുടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് നമുക്ക് യൂസുഫ് അലിയോട് സംശയം തോന്നുന്നത്. കാരണം
താനും കൂടി പിന്നെ മുന്നിൽ നിന്ന് കൊണ്ടുവന്ന ടീകോം എന്ന് പറഞ്ഞ കമ്പനി കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ പുറത്തേക്ക് പോകുന്ന സ്ഥലത്ത് തന്നെ ഈ പ്രവാസി മലയാളി വ്യവസായിയുടെ 1500 കോടി രൂപയുടെ ഒരു ട്വിൻ ടവർ വരികയാണ് സുഹൃത്തുക്കളെ സ്മാർട്ട് സിറ്റിയിൽ. എന്നാലോചിച്ച് നോക്കും. അത് നമ്മൾ മനസ്സിലാക്കുന്നത് 153 മീറ്റർ പൊക്കമുള്ള 30 നിലയുള്ള 2 കെട്ടിടങ്ങൾ, 1500 കോടി രൂപയുടെ മുതൽ മുടക്ക്, 25,000 തൊഴിലവസരങ്ങൾ, 25 ലക്ഷം ചതുരശ്ര അടി ബിൽറ്റപ്പ് സ്പേസ്, 4500 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, 2000 പേർക്ക് ഇരിക്കാനുള്ള ഫുഡ് കോർട്ട് ഉൾപ്പെടെയുള്ള അതിബൃഹത്തായ ഒരു സംവിധാനം യൂസഫ് അലിയുടെ സ്വന്തം പേരിൽ അവിടെ വരുമ്പോഴാണ് സർക്കാരുമായി 1500 കോടി രൂപ മുതൽ മുടക്കാം എന്ന് പറഞ്ഞു വന്ന ടീകോം പിന്മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു ചതിയില്ലേ? ഉണ്ട് എന്നാണ് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്. സംസ്ഥാന സർക്കാരിനും കൂടി ഗുണമുണ്ടാകുമായിരുന്നൊരു പദ്ധതി അട്ടിമറിക്കപ്പെട്ടെടുത്തേക്ക് ആ പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ മുന്നിൽ നിന്ന ആൾ അയാളുടെ സ്വന്തം സ്ഥാപനം കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കേരളീയരോട് നടത്തിയിട്ടുള്ള വലിയൊരു ചതിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഈ ചതി പ്രയോഗം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും മിണ്ടുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും ഇതിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നില്ല. കാരണം എന്താണ്? ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം യൂസഫ് അലിയുടെ പേറോളിലുള്ളവരാണോ എന്നുള്ള ആരോപണം ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. എനിക്കതിന് തെളിവുകളൊന്നും എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. പക്ഷേ പൊതുജനങ്ങൾ ഈ ഒരു ആക്ഷേപം ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി യൂസഫ് അലിയെ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? യൂസഫ് അലി കേരളത്തിൽ എല്ലായിടത്തും മാളുകൾ നടത്തുന്നു. തിരുവനന്തപുരത്ത് വലിയ മാള്, എറണാകുളത്ത് വലിയ മാള്, കോഴിക്കോട് വലിയ മാള്, മറ്റ് ജില്ലകളിലെല്ലാം വലിയ മാളുകൾ ഒക്കെ നടത്തുന്നു. എല്ലാ എയർപോർട്ടുകളിലും യൂസഫ് അലിക്ക് ഓഹരി പങ്കാളിത്തം, എല്ലാ സ്വകാര്യ ബാങ്കുകളിലും യൂസഫ് അലിക്ക് ഓഹരി പങ്കാളിത്തം, ഇപ്പോഴത്തെ IT മേഖലയിലും യൂസഫ് അലി ആധിപത്യം സ്ഥാപിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഒരു വലിയ അധീശ ശക്തിയായി, അതായത് നരേന്ദ്രമോദി സർക്കാരും അദാനിയും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ പിണറായി വിജയനും യൂസഫ് അലിയും എന്നുള്ള നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള സംശയം ജനങ്ങൾ ഉയർത്തുന്നു. അത് ശരിയാണെന്ന് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്കും തോന്നുന്നു. എല്ലായിടത്തും പരിസ്ഥിതി ലംഘിച്ചാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അല്ല എന്നും പറഞ്ഞിട്ട് സുപ്രീം കോടതികളുടെ വരെ വിധികളുണ്ട്. അത് യൂസഫ് അലിയുടെ ഈ പറഞ്ഞതുപോലെ ഒരു അധീശത്വമാണ് അതും കാണിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ലുലു മാളുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ സുപ്രീം കോടതിയുടെ വിധിയുണ്ടെങ്കിലും അത് പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ചാണെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള രേഖകൾ കിടപ്പുണ്ട്. പക്ഷേ കോടതികളിലൊന്നും യൂസഫ് അലിക്കെതിരെ വിധി വരില്ല. അപ്പോൾ ഏറ്റവും വലിയ പരിസ്ഥിതി ലംഘകൻ എന്നുള്ള ആക്ഷേപം നേരിടുന്ന യൂസഫ് അലി കേരളത്തെ മൊത്തം വിലക്കെടുക്കാൻ പോവുകയാണോ എന്നുള്ള സംശയം ജനങ്ങളുടെ ഇടയിൽ ഉയർന്നിട്ടുണ്ട്. മാളൊക്കെ നടത്തുമ്പോഴത്തേക്ക് 1,500 കോടി രൂപയുടെ മുതൽ മുടക്കെന്നൊക്കെയാണ് യൂസഫ് അലി പറയുന്നതെങ്കിലും എത്ര മുതൽ മുടക്കി, എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു, ആ തൊഴിൽ കൊടുത്തവർക്ക് എത്രയാണ് ശമ്പളം, താൻ എത്ര കോടി രൂപ ഈ കേരളത്തിൽ നിന്നുണ്ടാക്കി, ഇതൊന്നും പുറത്തു പറയാൻ തയ്യാറാവാത്ത യൂസഫ് അലി ഈ ടീകോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചതി നടത്തിയോ എന്നുള്ള സംശയം ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായി ഉയർന്നിട്ടുണ്ട് എന്നുള്ള വിഷയം എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്.